ഹലോ ആൾ. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോർഷൻ ഇതായിരുന്നു, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ചിൻ്റെ സ്കോപ്പും അതുപോലെ ഒബ്ജക്റ്റീവ്സും എന്തൊക്കെയാണെന്നും അതുപോലെ ഏതൊക്കെ ഫീൽഡിലാണ് അത് യൂസ്ഫുൾ ആവുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അത് ഏതൊക്കെയായിരുന്നു ആ പോയിന്റുകൾ? ഏതൊക്കെ ഫീൽഡിലായിരുന്നു? ഇൻ ഡിഫൻസ് ഓപ്പറേഷൻസ്, സെക്കൻഡ് ഇൻ ഇൻഡസ്ട്രി, ആൻഡ് തേർഡ് വൺ പ്ലാനിംഗ്, ആൻഡ് നെക്സ്റ്റ് അഗ്രികൾച്ചർ, നെക്സ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ഫീൽഡ്, അടുത്തത് ഇൻ ട്രാൻസ്പോർട്ട്, നെക്സ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത്രയും പോർഷൻസാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പോർഷൻ, ഫേസസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. നിങ്ങളിവിടെ ഇതിൻ്റെ നോട്ട് എഴുതുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് മാത്രം എഴുതിയാൽ മതി. അതുപോലെ ഈ ടിക്ക് ചെയ്ത പോർഷൻസും എഴുതണം. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ഫേസസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്? ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഫേസസ് ഏതൊക്കെയാണ്? വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം എസ് ടൈപ്പായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റുകൾ നന്നായി പഠിച്ച ശേഷം അതിലെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കുക. എന്നിട്ട് പോയിന്റിൻ്റെ താഴെ എക്സ്പ്ലനേഷൻ എഴുതാൻ കഴിയുന്ന രീതിയിൽ അത് പഠിച്ചിട്ട് പോകണം. ഓക്കെ? അപ്പോൾ ഫേസസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ചിൽ വരുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ട്, ഒരു 7 പോയിൻറ്റ്സ് ഉണ്ട്. അത് നന്നായി നോക്കുക. ഓപ്പറേഷൻ റിസർച്ച് സ്റ്റഡി ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു കോൺഫ്ലിക്റ്റിംഗ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ് ആൻഡ് ആൾട്ടർനേറ്റീവ്സ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് ഫേസസ്. നമുക്കറിയാം ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. പല രീതിയിലുള്ള പ്രോബ്ലംസ് മിനിമം ടൈമിൽ ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്, ഓപ്പറേഷൻ റിസർച്ച് എന്ന മെത്തേഡ്, അല്ലേ? ആ ഓപ്പറേഷൻ റിസർച്ചിൽ കുറേ ഫേസസ് ഉണ്ട്, എന്ന് വെച്ചാൽ കുറേ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ നമുക്കത് തീർക്കുക എന്നുള്ളതല്ലല്ലോ. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ്, രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ്, മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ്, അങ്ങനെ 1 by 1 ആയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഓപ്പറേഷൻ റിസർച്ചിൽ കുറേ ഫേസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ആ ഫേസസ് നോക്കൂ. ഫസ്റ്റ് വൺ, പെർസെപ്ഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം. മനസ്സിലായോ? ആദ്യം നമ്മൾ ആ പ്രോബ്ലം എന്ത് ചെയ്യണം? ഫോർമുലേറ്റ് ചെയ്യണം. നമുക്ക് സൗകര്യാർത്ഥം അതിനെ ഫോർമുലേറ്റ് ചെയ്യണം. അതെന്താണെന്ന് ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഈ പോയിൻറ്റ്സ് മാത്രം ഇപ്പോൾ വായിച്ചു പോവുകയാണ്. സെക്കൻഡ് വൺ, സെറ്റപ്പ് എ മോഡൽ ഓഫ് ഡിസിഷൻ പ്രോസസ്സ്. അതിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ്. അടുത്തത് സ്പെസിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അടുത്തത് സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ ദ സൊല്യൂഷൻ. നെക്സ്റ്റ് വൺ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നന്നായി പഠിക്കുക. പിന്നെ എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയും വേണം. ഓക്കെ? ഇനി ഓരോ പോയിൻറ്റും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, പെർസെപ്ഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം. ഓക്കെ, അതായത് ഇൻ ദിസ് ഫേസ് ഓപ്പറേഷൻ റിസർച്ച് ടീം ഷുഡ് ഫോർമുലേറ്റ് ദ മാനേജ്മെൻറ്റ് പ്രോബ്ലം ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫോംഡ് ആസ് എ റിസർച്ച് പ്രോബ്ലം. ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കയ്യിലൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ റിസർച്ച് പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം. അതായത് നമ്മുടെ കയ്യിലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, പല രീതിയിലൊരു പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അത് ഏത് പ്രോബ്ലം ആണെങ്കിലും അതിനെ ഒരു റിസർച്ച് പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. For this purpose, a thorough analysis of the organization's structure, functions, communication and control system, objectives and policies of the organization should be made. Formulating a problem include the identification, define and specify the components of the decision model. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ ഫേസ് എന്താണ്? പെർസെപ്ഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം. തന്നിരിക്കുന്ന ആ പ്രോബ്ലത്തെ ഒരു റിസർച്ച് പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റപ്പ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഫോർ ദ പ്രോബ്ലം. നമുക്ക് കിട്ടിയ ആ പ്രോബ്ലത്തിന് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചെയ്തു തീരാൻ വേണ്ടി അതിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ? ഇൻ ദിസ് ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ആഫ്റ്റർ ഫോർമുലേറ്റിംഗ് ദ പ്രോബ്ലം, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡെവലപ്പ് എ മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പോൾ നെക്സ്റ്റ് ഫേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. എ മാത്തമാറ്റിക്കൽ മോഡൽ ഈസ് എ സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ്. മാത്തമാറ്റിക്കൽ മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള പ്രോബ്ലത്തെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിലേക്ക് മാറ്റുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അടുത്ത ചാപ്റ്ററിൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്നൊരു പോർഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ തന്നെ ഭാഗമായി വരുന്ന പോർഷനാണ്. അപ്പോൾ അത് ക്ലിയർ ആയാൽ, ആ പ്രോബ്ലം ക്ലിയർ ആയാൽ ഈ പറഞ്ഞത് ഓക്കെ ആവും. ഓക്കെ? ഇൻ മോസ്റ്റ് കേസസ് ദിസ് റിലേഷൻഷിപ്പ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ വേ ഓഫ് ഇക്വേഷൻസ് ഓർ ഇൻഇക്വാലിറ്റീസ് ഓർ ഇൻ മാട്രിക്സ്. നമുക്കറിയാം
ആ പ്രോബ്ലത്തെ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം? ഇക്വേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഈക്വാലിറ്റി ആയിട്ടോ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ മാട്രിക്സ് ഫോമിലേക്കും നമുക്ക് ആ പ്രോബ്ലത്തെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ പോയിന്റ് കൂടി നിങ്ങൾ നോട്ടിൽ എഴുതാം. ഇൻ മോസ്റ്റ് കേസസ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ വേ ഓഫ് ഇക്വേഷൻസ് ഓർ ഇൻഈക്വാലിറ്റീസ് ഓഫ് ഓർ ഇൻ മാട്രിക്സ്. അടുത്തത്, എ മാത്തമാറ്റിക്കൽ മോഡൽ ഇൻവോൾവ്സ് ഡിസിഷൻ വാരിയബിൾസ്, കൺസ്ട്രെയിൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ്. ഈ കാര്യം ക്ലിയർ ആവണമെങ്കിൽ LPP ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ആ പ്രോബ്ലം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം വായിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. എ മാത്തമാറ്റിക്കൽ മോഡൽ ഇൻവോൾവ്സ് ഡിസിഷൻ വാരിയബിൾസ്, കൺസ്ട്രെയിൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. മാത്തമാറ്റിക്കൽ മോഡലിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ചില പോയിന്റുകളാണ് ഇതൊക്കെ. ഡിസിഷൻ വാരിയബിൾസ്, അതുപോലെ കൺസ്ട്രെയിൻസ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതിനെ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഡിസിഷൻ വാരിയബിൾസ് ആർ അൺനോൺ ആൻഡ് ആർ ഡിറ്റർമിൻഡ് ബൈ സോൾവിങ് ദ മോഡൽ. ഡിസിഷൻ വാരിയബിൾസ് എന്നതുകൊണ്ട് ഇത് നമുക്ക് അറിയാത്ത ചില വാരിയബിൾസ് ആയിരിക്കും. ആ വാരിയബിൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോബ്ലത്തിലൂടെ കണ്ടെത്തുക ചെയ്യാം. ആൻഡ് ആർ ഡിറ്റർമിൻഡ് ബൈ സോൾവിങ് ദ മോഡൽ. ആ മോഡൽ സോൾവ് ചെയ്യുമ്പോൾ ആ ഡിസിഷൻ വാരിയബിൾസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദ മോഡൽ ഷുഡ് ബി കെയർഫുള്ളി ഡെവലപ്ഡ്. It should be realistic and can be understood and solved easily. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫേസ് എന്താ പറഞ്ഞത്? സെറ്റപ്പ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഫോർ ദ പ്രോബ്ലം. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, ഡിറൈവിംഗ് സൊല്യൂഷൻ ഫ്രം ദ മോഡൽ. After the formulation of a mathematical model, the next step is to determine the value of the decision variables that optimize the given objective functions. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ആ മോഡലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്തത് ആ പ്രോബ്ലത്തെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ആ മാത്തമാറ്റിക്കൽ മോഡലിൽ നിന്ന് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. After the formulation of a mathematical model, the next step is to determine the value of the decision variables that optimize the given objective function. നെക്സ്റ്റ് പോയിന്റ്, ടെസ്റ്റിംഗ് ദ മോഡൽ. ഇനി ആ മോഡലിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. ദ റിസൾട്ട്സ് ഡിറൈവ്ഡ് ഫ്രം ദ മോഡൽ ആർ ടു ബി ടെസ്റ്റഡ് വിത്ത് റിയാലിറ്റി. അതായത് നമ്മൾക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക, ശരിക്കുള്ള റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. എ നമ്പർ ഓഫ് അസംഷൻസ് ആർ മെയ്ഡ് വൈൽ ഇനീഷ്യേറ്റിംഗ് ദ മോഡൽ ബിൽഡിംഗ്. നമ്മൾ ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് പല അസംഷനും നമ്മൾ എടുത്തിട്ടുണ്ടാവും. അതായത് റിസൾട്ട് ഇന്നതാണ് എന്നൊരു ഊഹം ഉണ്ടായിരിക്കും. ആ ഊഹത്തിൽ നിന്നാണ് നമ്മൾ ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദീസ് അസംഷൻസ് ആർ ടു ബി റിലാക്സ്ഡ് വൺ ബൈ വൺ ടു സീ ദ റിയാക്ഷൻസ് ഓഫ് ദ മോഡൽ റിസൾട്ട്സ്. Likewise, the input data also tested. Inaccurate data will lead to derive an inaccurate decisions. നമുക്കറിയാം ആ ലാസ്റ്റ് കിട്ടിയ മോഡൽ, ആ റിസൾട്ട് എന്ന് പറയുന്നത്, ആ മോഡലിൽ നിന്നും കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് കിട്ടിയ സൊല്യൂഷൻ അത്രയും അക്യുറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ പ്രോബ്ലം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ അക്യുറേറ്റ് അല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റിസൾട്ടും എന്തായിരിക്കും? ആ ഡിസിഷനെ ബാധിക്കും, അല്ലേ? അപ്പോൾ ഫോർത്ത് പോയിന്റ്, ടെസ്റ്റിംഗ് ദ മോഡൽ. ആ മോഡലിനെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റ്. അടുത്ത പോയിന്റ്, എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ ദ സൊല്യൂഷൻ. ഇൻ ചേഞ്ചിങ് ബിസിനസ് വേൾഡ്, ദ പാരാമീറ്റേഴ്സ് ആർ ആൾസോ ചേഞ്ചിങ് ഫ്രം ടൈം ടു ടൈം. നമുക്കറിയാം ബിസിനസ് ഫീൽഡിൽ ആ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ കേസിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും എപ്പോഴും ചേഞ്ചബിൾ ആണ്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോണിൻ്റെ കേസിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഫോൺ ബിസിനസ് പല രീതിയിൽ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്, ഇല്ലേ? അതിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുള്ള ഫോണുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഫോണിന് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പുതിയ ഫോണിന് ഡിമാൻഡ് കൂടുന്നുണ്ട്. പിന്നെ വീണ്ടും ആ പുതിയ ഫോണ് കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഫോണിന് ഡിമാൻഡ് കുറയുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ബിസിനസ് ഫീൽഡിൽ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം. സംടൈംസ് ഇറ്റ് ബിക്കംസ് ഔട്ട്ഡേറ്റഡ് ഓർ ദർ ഷുഡ് ബി സ്ട്രക്ചറൽ ചേഞ്ച് അമംഗ് വാരിയബിൾസ്. All these changes will affect the model and the model solutions will become obsolete. നമുക്കറിയാം പുതിയ മോഡൽ വരുമ്പോൾ പഴയത് നമ്മൾ എന്ത് ചെയ്യും? പഴയത് എന്ന രീതിയിൽ റേറ്റ് കമ്മിയായിട്ടൊക്കെ കൊടുക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ബിസിനസ് ഫീൽഡിൽ പല ചേഞ്ചസും പലപ്പോഴും വരുന്നതാണ്. അപ്പം എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സോ എ കോൺഷ്യസ് കൺട്രോൾ procedure is to be adopted for detecting the significant changes in the parameters and relationship, specifying the actions as to be taken while there are significant changes. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ ദ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ നമ്മൾ കോമൺ ആയിട്ട് ഒരു പ്രോബ്ലത്തിന് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും
അക്യുറേറ്റ് ആവുന്ന രീതിയിൽ വേണം ആ സൊല്യൂഷൻ ചെയ്യാൻ. കാരണം ബിസിനസ് ഫീൽഡിലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ചേഞ്ചബിളാണ്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ലോസ് വരാത്ത രീതിയിൽ വേണം ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു ഫോണിൻ്റെ കാര്യം. ഫോണെന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു മോഡൽ വരും, ആ മോഡൽ കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പുതിയ വേർഷൻ വരും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് ഫീൽഡിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി വരുത്തിക്കൊണ്ടേയിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ എടുക്കുന്ന ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനെന്ത് ചെയ്യണം, ഒരു നഷ്ടം വരാത്ത രീതിയിൽ വേണം അതിനെ കൊണ്ടുപോകാൻ. അതാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ ദ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇംപ്ലിമെൻറ്റിംഗ് ദ സൊല്യൂഷൻ. ലാസ്റ്റ് ഫേസ് ആണ് ഇംപ്ലിമെൻറ്റിംഗ് ദ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷനൊക്കെ കണ്ടെത്തി ഇനി എന്താ ചെയ്യേണ്ടത്, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ്. ദിസ് ഈസ് ദ സ്റ്റേജ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് the feasible solution into the organization. The solution implementer should be continuously monitored and modified according to the changing conditions. അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റിംഗ് ദ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്തു, ആ പ്രോബ്ലത്തിലെ സൊല്യൂഷൻ കണ്ടെത്തി, ആ സൊല്യൂഷൻ കണ്ടെത്തിയത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് ഫേസസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ചിൽ വരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായി നോക്കണം, നന്നായി പഠിക്കണം. ഫേസസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ചിൽ വരുന്ന മെയിൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, അതിൽ വരുന്ന സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, പെർസെപ്ഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലത്തെ നല്ല രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യുക. അതായത് നമുക്ക് കിട്ടിയ പ്രോബ്ലത്തെ റിസർച്ച് പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സെറ്റപ്പ് എ മോഡൽ ഓഫ് ഡിസിഷൻ പ്രോസസ്സ്. നമുക്ക് കിട്ടിയ പ്രോബ്ലത്തെ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം. തേർഡ് പോയിന്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. നെക്സ്റ്റ്, ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. അടുത്തത് സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ. അടുത്തത് എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ ദ സൊല്യൂഷൻ. അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, അതിൽ ചില പോയിൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നന്നായി നോക്കി പോവുക. ബാക്കി എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ പോയിൻറ്റും നോക്കുക. ഫസ്റ്റ് പോയിൻ്റ് ഇതായിരുന്നു, പെർസെപ്ഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് സെറ്റപ്പ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഫോർ ദ പ്രോബ്ലം. അടുത്തത് ഡിറൈവിംഗ് സൊല്യൂഷൻ ഫ്രം ദ മോഡൽ. അടുത്തത് ടെസ്റ്റിംഗ് ദ മോഡൽ. അടുത്തത് എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ ദ സൊല്യൂഷൻ. ലാസ്റ്റ് വൺ, ഇംപ്ലിമെൻറ്റിംഗ് ദ സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ ഇത്രയും പോയിൻറ്റ്സ്. ഈ പോയിൻറ്റ്സ് നന്നായി നോക്കി പോവാം. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്.